നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി സന്ദർശിക്കാൻ പുതിയ വീസ അവതരിപ്പിച്ച് ടൂറിസം മന്ത്രാലയം. വീസ ബൈ പ്രൊഫൈൽ എന്ന പദ്ധതിയിലൂടെ വിദേശികൾക്ക് ഓൺലൈനിൽ മിനിറ്റുകൾക്കുള്ളിൽ സൗദി സന്ദർശിക്കാനുള്ള വീസ ലഭിക്കും. 2026 ഈ പദ്ധതി പ്രാബല്യത്തിൽ വരും. റിയാദിൽ നടക്കുന്ന ടൂറിസ്റ്റ് ഫോറത്തിലാണ് സൗദി സന്ദർശിക്കാനുള്ള പുതിയ വിസയുടെ പ്രഖ്യാപനം നടന്നത്. വിസ ബൈ പ്രൊഫൈൽ എന്ന പദ്ധതിയിലൂടെ വിദേശികൾക്ക് ഓൺലൈൻ വഴി മിനിറ്റുകൾക്കുള്ളിൽ സൗദി സന്ദർശിക്കാനുള്ള വിസ ലഭിക്കും. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത്. വിസ കാർഡ് ഉടമകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. യോഗ്യതയുള്ള വിസ കാർഡ് ഉടമകൾ അവരുടെ പാസ്പോർട്ട് വിവരങ്ങളും വിസ കാർഡ് വിവരങ്ങളും മാത്രം നൽകിയാൽ പെട്ടെന്ന് തന്നെ വിസ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. 2026 പദ്ധതി പ്രാബല്യത്തിൽ വരും. സൗദി ടൂറിസം അതോറിറ്റി, വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ടൂറിസം മന്ത്രാലയം, വിസ കാർഡ്, ബാങ്കുകൾ എന്നിവ യോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിനോദസഞ്ചാരികളെ സൗദിയിലേക്ക് ആകർഷിക്കാനും വിസ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടുതൽ ബാങ്കുകളും ക്രെഡിറ്റ് കാർഡുകളും വൈകാതെ ഈ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് സൂചന. അടുത്ത 50 വർഷത്തേക്കുള്ള ആഗോള വിനോദസഞ്ചാര മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റിയാദിൽ ടൂറിസ്റ്റ് ഫോറം സംഘടിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഫോറത്തിൽ പങ്കെടുത്തു. ജലീൽ കടമംഗലം, 24 ജിദ്ദ. ദോഹ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. യാത്രക്കാരിൽ നിന്നാണ് എയർ കാർഗോ കസ്റ്റംസ് വിഭാഗം മയക്കുമരുന്ന് പിടികൂടിയത്. വസ്ത്രത്തിനുള്ളിൽ തുന്നിച്ചേർത്ത രഹസ്യ പോക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് 2.8 കിലോഗ്രാം ഹാഷിഷും 900 ഗ്രാം മെത്താംഫെറ്റമിനും പിടികൂടിയത്. ഈ വർഷത്തെ സംസ്കൃതി ഖത്തർ CV ശ്രീരാമൻ സാഹിത്യ പുരസ്കാരം ജലീലിയോയ്ക്ക്. ടിനിറ്റസ് എന്ന ചെറുകഥയാണ് ജലീലിയോയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2004 മുതൽ ബഹ്റൈനിൽ പ്രവാസിയും ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഡെയിലി ട്രൈബ്യൂണലിലും ഡിസൈൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസിലും CEO ജലീലിയോ. കണ്ണൂർ ഒളവിലത്ത് സ്വദേശിയാണ്. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ എഴുത്തുകാരൻ ജഹാംഗീർ ഇളയടത്തിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. കളം നിറഞ്ഞൊഴുകി തനുശ്രീ എന്ന ചെറുകഥാ സമാഹാരം സംവിധായകൻ തമർ, കവി അനൂപ് ചന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു. അലുമിനി പോർട്ടൽ എന്ന ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ചരിത്രകാരൻ KKN കുറുപ്പ്, എഴുത്തുകാരൻ അർഷാദ് ബത്തേരിക്ക് നൽകി നിർവഹിച്ചു. എഴുത്തുകാരൻ ഷാജി ഹനീഫ്, പെർഫ്യൂം ഡിസൈനർ ഫൈസൽ CP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിലെ കോളേജ് അലുമിനികളുടെ സംഘടനയായ കേരള കാക് ഖത്തർ സംഘടിപ്പിച്ച ഇന്റർ കോളേജിയറ്റ് കലോത്സവം വർണ്ണക്കാഴ്ചകൾ സമാപിച്ചു. 14 കോളേജ് അലുമിനികളിൽ നിന്നും 1000-ലധികം കലാകാരന്മാർ മത്സരങ്ങളിൽ മാറ്റുരച്ചു. 200 പോയിന്റ് നേടി തിരുവരങ്ങാടി PSMO ഓവറോൾ ചാമ്പ്യന്മാരായി. തുടർച്ചയായി 4 തവണ ചാമ്പ്യന്മാരായ കായംകുളം MSM കോളേജിനെ മറികടന്നാണ് നേട്ടം. MSM കോളേജ് അലുമിനി 2ാം സ്ഥാനവും SN കോളേജ് നാട്ടിക അലുമിനി 3ാം സ്ഥാനവും നേടി. കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ T20 വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ വിജയികളായി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 13.3 ഓവറിൽ 41 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ഓപ്പണേഴ്സ് വെറും 3 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 43 റൺസ് നേടി. 6 വിക്കറ്റുകളുമായി ഇന്ത്യൻ ടീം വൈസ് ക്യാപ്റ്റൻ ഗംഗ S കദം മികച്ച ഓൾറൗണ്ടറായി. ഡൽഹി മോഡേൺ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം മുൻ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചാ പരിമിതിയുള്ള കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണിതെന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ക്രിക്കറ്റിന് ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ ടൂർണമെന്റ് എന്ന് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറൽ രജനീഷ് ഹെൻറി പറഞ്ഞു. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഈ മാസം 23 വരെ ന്യൂഡൽഹി, ബംഗളൂരു, കൊളംബോ എന്നിവിടങ്ങളിലായി നടക്കും. ബീഹാറിൽ നിതീഷ് രാജ്. अगर उनके साथ है तो कोई माई के लाल नीतीश कुमार को सत्ता से हटाने के लिए अभी बिहार में पैसा नहीं लिया है. നാലിൽ 3 ഭൂരിപക്ഷവും കടന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി NDA സഖ്യം.
243 സീറ്റിൽ 203 സീറ്റിലാണ് JDU BJP LJP സഖ്യം ലീഡ് ചെയ്തത്. മഹാസഖ്യത്തിൽ RJD മാത്രമാണ് 2 അക്കം കടന്നത്. ബീഹാറിൽ മോദി നിതീഷ് മാജിക്. മഹാസഖ്യത്തെ തകർത്തെറിഞ്ഞ് NDA നേടിയത് ചരിത്ര വിജയം. 243-ൽ 200-ലേറെ സീറ്റുകൾ പിടിച്ചെടുത്താണ് JDU BJP സഖ്യം വിജയക്കൊടി പാറിച്ചത്. SIR വോട്ടുകൊള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യം തുടങ്ങി പ്രതിപക്ഷ പ്രചാരണങ്ങളെ മറികടന്നാണ് NDAയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രിയുടെ റാലികളും NDAയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. 80-ലേറെ സീറ്റിൽ വിജയിച്ചാണ് JDUവിന്റെയും BJPയുടെയും കുതിപ്പ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റുകളിൽ JDU വിജയം. BJP കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകൾ കൂട്ടി. ചിരാഗ് പാസ്വാന്റെ LJP NDA വിജയത്തിന്റെ തിളക്കം കൂട്ടി. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലൊതുങ്ങിയ LJPക്ക് 20-ലേറെ സീറ്റിൽ ജയം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചിറങ്ങിയിട്ടും മഹാസഖ്യത്തിന്റെ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും ദയനീയ പ്രകടനം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൈകോർത്ത് നടത്തിയ വോട്ടധികാർ യാത്ര തിരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന മഹാസഖ്യത്തിന്റെ സ്വപ്നം തകർന്നടിഞ്ഞു. NDAക്ക് ഇരട്ടിയിലേറെ സീറ്റുകൾ കുറഞ്ഞു. 60 സീറ്റിൽ മത്സരിച്ചെങ്കിലും 2 അക്കം പോലും കടക്കാനാകാതെയാണ് കോൺഗ്രസിന്റെ പതനം. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായില്ല. ബീഹാറിൽ നിതീഷ് കുമാർ യുഗം തുടരും. സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാണ് നിതീഷ് കുമാർ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുന്നത്. പട്നയിലെ JDU ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വൻ വിജയത്തിനു പിന്നാലെ ബീഹാർ ജനതയ്ക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ഇനി ജംഗിൾ രാജ് മടങ്ങി വരില്ലെന്നും ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്തതെന്നും ഡൽഹി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം ശക്തമാക്കി. ഇന്നത്തെ വിജയം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും BJP പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. 2010 ശേഷം ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിൽ NDAക്ക് ലഭിച്ചതെന്നായിരുന്നു ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് നിതീഷ് കുമാർ അതിശയകരമായ നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം ശക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബീഹാർ ജനങ്ങൾ പിന്തുണച്ചെന്നും പ്രധാനമന്ത്രി. NDA की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है. भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है. इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है. ഇന്ത്യ സഖ്യത്തിനെതിരായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശനം. തെറ്റായ മാർഗം സ്വീകരിക്കുന്നവർക്കൊപ്പം ബീഹാർ ജനത നിൽക്കില്ല. കോൺഗ്രസും ചുവപ്പ് ഭീകരതയും ഭാവി നശിപ്പിച്ച യുവാക്കളുടേതാണ് ഈ വിജയമെന്ന് മോദി. और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है. ബീഹാറിലെ ഈ വിജയം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമുള്ള BJP പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി. आज की ये विजय एक नई यात्रा की शुरुआत है और अब आज की इस विजय ने भाजपा कार्यकर्ताओं को केरला, तमिलनाडु, पुडुचेरी, असम और पश्चिम बंगाल में भी नई ऊर्जा से भर दिया है. അടുത്ത 5 വർഷം ബീഹാർ അതിവേഗം വളരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ പദ്ധതി ഉൾപ്പെടെ NDA വിജയത്തിന്റെ ഘടകമായി RJDയുടെയും മഹാസഖ്യത്തിന്റെയും സ്വാധീന മേഖലകളിൽ NDA മുന്നേറ്റമുണ്ടാക്കി. റെക്കോർഡ് പോളിംഗ് ശതമാനം NDAക്ക് അനുകൂലമാവുകയായിരുന്നു. കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10% ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടിയത്. സ്ത്രീകളിൽ 71-ലേറെ ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് NDAയെ തുണച്ചു. മുഖ്യമന്ത്രി മഹിളാ റോസ്റ്റർ പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച നീക്കം ഫലം കണ്ടു. ഓരോ കുടുംബത്തിലും സർക്കാർ ജോലി, സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ തുടങ്ങി തേജസ്വി യാദവിന്റെ വാഗ്ദാനത്തെക്കാൾ ബീഹാർ ജനത വിശ്വസിച്ചത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ. ഭോജ്പുരി മേഖല മഹാസഖ്യത്തെ കൈവിട്ടു. 21 സീറ്റാണ് ഈ മേഖലയിൽ നഷ്ടം.
തിർഹത്ത്, മഗധ് മേഖലകളിലും മഹാസഖ്യത്തിന് തകർച്ച. സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് മഹാസഖ്യത്തിന് പിടിച്ചു നിൽക്കാനായത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും NDA മുന്നേറി. പിന്നാക്ക, അതിപിന്നാക്ക മേഖലകളിൽ NDAക്ക് വൻ മുന്നേറ്റം. RJDയുടെ പരമ്പരാഗത കോട്ടകളിൽ NDA സഖ്യം കടന്നുകയറി. 40ഓളം മുസ്ലിം സ്വാധീന സീറ്റുകളിൽ NDAയും മഹാസഖ്യവും ഒപ്പത്തിനൊപ്പം. യാദവ ബെൽറ്റുകളിലെ NDA കുതിപ്പ് RJDയുടെ ചങ്കിടിപ്പേറ്റുന്നതാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ബീഹാർ നിയമസഭയിലേക്ക് NDA മികച്ച ജയം നേടി അധികാരത്തിലെത്തുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായത് ചിരാഗ് പാസ്വാന്റെ ലോക് ജൻശക്തി പാർട്ടിയാണ്. NDAയിൽ BJPക്കും JDUവിനും മുകളിലാണ് LJPയുടെ വിജയ ശരാശരി. മത്സരിച്ച 29 മണ്ഡലങ്ങളിൽ 19 സീറ്റുകളിൽ LJP മുന്നിലെത്തി. 2020 നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് LJP 130-ലധികം സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. 2021 അമ്മാവൻ പശുപതി കുമാർ പരസുമായുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടി പിളർന്നു. ഇതോടെ ചിരാഗിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43-കാരനായ ചിരാഗും അദ്ദേഹത്തിന്റെ ലോക് ജനശക്തി പാർട്ടിയും വൻ മുന്നേറ്റമുണ്ടാക്കി. മത്സരിച്ച 5 മണ്ഡലങ്ങളിലും ജയിച്ച് കരുത്തു തെളിയിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ ചോദിച്ച സീറ്റുകൾ ചിരാഗിന് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ബീഹാർ NDA നേതൃത്വം വഴങ്ങി. ഫലം വന്നപ്പോൾ മികച്ച വിജയം. ഭരണത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം അടക്കം ആവശ്യപ്പെടാനാണ് LJPയുടെ നീക്കം. 2000 നവംബറിൽ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പിളർന്നു രൂപീകരിച്ച ലോക് ജനശക്തി പാർട്ടിയുടെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇത്തവണത്തേത്. ന്യൂസ് ഡെസ്ക് 24. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. മത്സരിച്ച 33 സീറ്റുകളിൽ CPIML 2 സീറ്റുകളും CPIM 1 സീറ്റുമാണ് നേടിയത്. 2020 തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ വിജയം നേടിയതിനു ശേഷം ഇപ്പോഴത്തെ തിരിച്ചടി ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടതുപക്ഷം കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മൊത്തം മത്സരിച്ച സീറ്റുകളിൽ 29 സീറ്റുകളിൽ 16 ജയിച്ചു. 55% അന്നത്തെ സ്ട്രൈക്ക് റേറ്റ്. CPIML ലിബറേഷൻ ആകെയുള്ള 19 സീറ്റുകളിൽ 12 വിജയിച്ച അന്ന് ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വിജയം മഹാസഖ്യത്തിന് 110 സീറ്റുകൾ നേടുന്നതിലും നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടി. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും NDAയുടെ ശക്തമായ പ്രകടനവും മറ്റ് പ്രാദേശിക പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങളുമെല്ലാം 2020 പ്രകടനം ആവർത്തിക്കുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തെ തടഞ്ഞതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അന്ന് CPIMഉം CPIയും 2 വീതം സീറ്റുകളിലും ജയിച്ചു. എന്നാൽ ഇത്തവണ ഇടതുപാർട്ടികൾ 33 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഏതാനും സീറ്റുകളിൽ മാത്രമേ മുന്നേറാനായുള്ളൂ. സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കങ്ങളും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസും RJDയും അവകാശപ്പെട്ടതുമാണ് ഇടതിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. ചിലയിടങ്ങളിൽ RJD സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരത്തിനിറങ്ങിയതും വിനയായി. ഇടതുപക്ഷം കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ മറ്റു കക്ഷികൾ ജാതീയമായി അണിനിരത്തി വോട്ട് നേടുന്നതിലും വിജയിച്ചു. ഇതിനു പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രചാരണക്കുറവും ഇടതിന് ദോഷമായി മാറിയെന്നും വിലയിരുത്തലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത FIR ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ED ഹർജി നൽകി. പ്രഥമ ദൃഷ്ടിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം നിലനിൽക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ FIR ആവശ്യപ്പെട്ട റാന്നി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും EDയുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച് വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിച്ചു. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമം ചുമത്തിയ പശ്ചാത്തലത്തിൽ EDയുടെ ഹർജിക്ക് പ്രാധാന്യമേറും. FIR ലഭ്യമായാൽ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും. ED അന്വേഷണം ആരംഭിച്ചാൽ പുതിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള വഴിമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച ജാമ്യഹർജി പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ചെങ്കോട്ട സ്ഫോടന കേസിലെ സൂത്രധാരന്റെ ജമ്മു കശ്മീരിലെ വീട് തകർത്ത് സുരക്ഷാ സേന. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് തകർത്തത്. അതിനിടെ നല്ല നിലവാരം
നിലനിർത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി അൽഫല സർവകലാശാലയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയായിരുന്നു. സ്ഫോടന സ്ഥലത്തുനിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ ഡോക്ടർ ഉമർ നബിയുടെ അമ്മയുടേതുമായി ഒത്തുനോക്കിയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പുൽവാമയിലെ വീട് തകർത്തത്. പഠനത്തിൽ മിടുക്കനായിരുന്ന ഡോക്ടർ ഉമർ നബി കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നിരവധി തീവ്രവാദ മെസ്സേജിംഗ് ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. സ്ഫോടനം നടന്ന തലേദിവസം ഫരീദാബാദിൽ നിന്ന് യാത്ര തിരിച്ചതു മുതൽ സ്ഫോടനം നടപ്പിലാക്കുന്നതുവരെയുള്ള ഉമർ നബിയുടെ നീക്കങ്ങൾ 50-ലധികം CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഡൽഹി പോലീസ് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. തുടരന്വേഷണത്തിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറെ കൂടി ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. UP ഹാപ്പൂരിലെ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഫാറൂഖിനെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ദുബായിലുണ്ടെന്ന് കരുതുന്ന മറ്റൊരു കശ്മീരി ഡോക്ടർക്കെതിരെയും ജമ്മുകശ്മീർ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാളുടെ സഹോദരൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. കേസുമായി ബന്ധമുള്ള നിരവധി പ്രതികൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. അസോസിയേഷന്റെ പേരോ ലോഗോയോ ഉപയോഗിക്കാനും സർവകലാശാലയ്ക്ക് ഇനി അനുമതിയില്ല. കശ്മീർ താഴ്വരയിലെ ഭീകരശൃംഖലകൾക്കെതിരെ ജമ്മുകശ്മീർ പോലീസ് നടപടി ശക്തമാക്കി. ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾ പാകിസ്ഥാനിലോ പാക് അധീന കശ്മീരിലോ ബന്ധുക്കളുള്ളവരുടെ വീടുകൾ എന്നിവിടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. 24 ഡൽഹി. ഇനി കായിക വാർത്തകൾ നോക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ലീഡ് പ്രതീക്ഷയിൽ ഇന്ത്യ. കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 159 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ 1-ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 37 റൺസ് എന്ന നിലയിലാണ്. 5 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയാണ് പ്രോട്ടീസിനെ വീഴ്ത്തിയത്. മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ 31 റൺസ് നേടിയ ഏഡൻ മാർക്കറുമാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ 12 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 13 റൺസുമായി KL രാഹുലും 6 റൺസോടെ വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.